നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തോ നാടി ആലോചിച്ചോണ്ട് നിൽക്കുന്നേ അമ്മേ, ഇവന് വെറുതെ വിടാൻ പാടില്ല. ഇവനെ കൊണ്ട് തന്നെ പറയണം ബാക്കി സ്വർണ്ണം എവിടെ പോയെന്ന്. പറയടാ, ബാക്കി സ്വർണ്ണം നീ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? ഉദ്ദേശിക്കുന്നില്ല. നിന്നോടല്ലേ പറഞ്ഞേ വേണ്ടെന്ന്? ഇവിടെ പറഞ്ഞില്ലേ പറഞ്ഞത്? എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? ദേ, നീ വെറുതെ വലിയ പോലീസ് ഒന്നും കളിക്കില്ലേ രേണുകെ? അച്ഛൻ എന്താ ഈ പറയുന്നേ? ഒരു മാല ഇവന്റെ ബാഗിൽ നിന്നല്ലേ കിട്ടിയത്? അതൊരു തെളിവല്ലേ? ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. പറയടാ. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഇവൻ എടുത്തിട്ടില്ലാന്ന് പറഞ്ഞതല്ലേ? കാല് പിടിക്കാൻ ഞാൻ. ഇവൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മാല എങ്ങനെ ഇവന്റെ ബാഗിൽ വന്നു? നമുക്ക് അന്വേഷിക്കാം. അതിന് തല്ലുകയും കൊല്ലുകയെന്നല്ലല്ലോ പരിഹാരം. അച്ഛനെ നടങ്ങിന്നെ പറയടാ. നീ അത് എവിടെ എന്താ ഇവിടെ നിർത്താൻ? ചേച്ചി, ഈ അമ്മായി ശിവാനിയും കൂടെ ചേർന്ന് എന്നെ കള്ളനാക്കുക. ഞാൻ അവരുടെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. എന്റെ മോൻ കള്ളനല്ല. ഞാൻ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഇവരെന്നെ തല്ലിച്ചതയ്ക്കാ ചേച്ചി. ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല. നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ മാല നിന്റെ ബാഗിൽ നിന്ന് കിട്ടി? അതിന് മറുപടി പറയടാ നീ. ഇവന്റെ ബാഗിൽ നിന്ന് ഞാൻ കയ്യോടെ പിടികൂടിയതാ ആ മാല. അത് രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായിട്ട്. നിന്റെ അമ്മാവനും ഉണ്ടായിരുന്നല്ലോ അവിടെ. അതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? ഇതിപ്പോ ഒരെണ്ണേ കിട്ടിയോളൂ. ഇനി വളകളുണ്ട്, ഒരു നെക്ലസ് ഉണ്ട്, മാലകളും ഉണ്ട്. അതൊക്കെ ഇവൻ എവിടെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറയണം. ഇവനെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അമ്മായി ഈ പറഞ്ഞത് ന്യായം. എന്തായാലും സത്യം തെളിയിച്ചേ പറ്റൂ. പോലീസിനെ അമ്മായി വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. പോലീസ് വരട്ടെ, അവര് വന്ന് തെളിയിച്ചോളും. വെറുതെ മണ്ടത്തരം കാണിക്കില്ലേ നിധി? പോലീസ് വന്നാലുള്ള കാര്യം അറിയാലോ. നാളെ കള്ളനെ പിടികൂടി എന്ന് പറഞ്ഞ് ഇവന്റെ ഫോട്ടോ ഉൾപ്പെടെ പത്രത്തിൽ വരും, ചാനലുകളിൽ കാണിക്കും.
നാണക്കേടാ നിധി, പറഞ്ഞേക്കാം. ഇനി കുറച്ച് ആഭരണങ്ങൾ കൂടി കിട്ടാനുണ്ട്. അത് നമുക്ക് തന്നെ ഇവനോട് ചോദിച്ച് വാങ്ങിക്കാം. എന്താ അതുപോലെ? അല്ല, പോലീസ് വന്ന് ഇവനെ പിടിച്ചോണ്ട് പോയല്ലേ, നാണക്കേട് നമുക്ക് എല്ലാവർക്കും ആണ്. നമുക്കെന്ത് നാണക്കേട്? നീ മിണ്ടാതിരിക്കും ശിവാനി, പോലീസ് വരട്ടെ. ഞാൻ പറഞ്ഞതേ വേറൊന്നും കൊണ്ടല്ല. മോഷ്ടിച്ചത് ഇവനാണെങ്കിലും വാർത്ത വരുമ്പോ നമ്മുടെ കുടുംബത്തിനായിരിക്കും നാണക്കേട്. പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഇവനെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം. ഇങ്ങനെ നോക്കണം. കാണാതായ ആഭരണങ്ങൾ മോഷ്ടിച്ചത് നിഖിലല്ല, നീയാണ് ശിവാനി. അത് ശരി, ഇപ്പൊ കഥ ഇങ്ങനെയായോ? ഈ മാല നിഖിലിന്റെ ബാഗിൽ നിന്നാ കിട്ടിയത്. അപ്പൊ ബാക്കി മുഴുവനും ഇവന്റെ കൈ തന്നെ കാണും. ഉടയന്റെ മേലെ തന്നെ കള്ള ആരോപിച്ച് അനിയനെ രക്ഷപ്പെടുത്താന്നാണോ നീ വിചാരിച്ചത്? ഇത് വെറും ആരോപണമല്ല. ശിവാനി സ്വർണം മോഷ്ടിച്ചതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. സ്ഥിരം പറയുന്ന വാചകം ഇവിടെ ഇറക്കല്ലേ നിധി. തെളിവുണ്ട് പോലും. ഞാൻ സ്വർണം മോഷ്ടിച്ചതിന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? നിന്നോട് എനിക്കിപ്പോ പുച്ഛമാണ് ശിവാനി. തെറ്റ് ചെയ്യാം, അതൊക്കെ മറച്ചും വെക്കാം. പക്ഷേ അതിന്റെ പേരിൽ മറ്റുള്ളവരെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് ദ്രോഹമാണ് ശിവാനി. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ റോഡിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിരുന്നു. നടന്നു പോകുന്ന നിന്നെ കണ്ട് ഞാൻ വെറുതെ ഒന്ന് ഓട്ടോയിൽ ഫോളോ ചെയ്തതാ. ഞാൻ കൈയെടുത്ത് കൂപ്പുന്ന എന്റെ ദൈവങ്ങളാ എന്നെ കൊണ്ടത് ചെയ്യിച്ചത്. ചേട്ടാ എവിടെ നിർത്തിയേ? റോഡിൽ വെച്ച് ഇവളെ കണ്ടെന്നും പറഞ്ഞ് സ്വർണം മോഷ്ടിക്കുന്നത് ഇവളാവുന്നത് എങ്ങനെയാ? ഒരു ഉടായിപ്പ് ന്യായങ്ങളുമായിട്ട് ഇറങ്ങിക്കോളും.